പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നമ്മൾ നടത്തുന്ന ഈ വർക്കത്തുള്ള വേദിയിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. പണ്ട് ബനു ഇസ്രായേൽ ജനതയിൽ ദോഷിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാവരും അദ്ദേഹത്തെ വെറുപ്പായിരുന്നു. ഒരു ദിവസം അയാൾ മരണപ്പെട്ടു. നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ ജനാസയോട് എന്തു ചെയ്തെന്നറിയുമോ? കബറടക്കാതെ ഒഴിഞ്ഞ ഒരു മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി അയച്ചത്. അള്ളാഹു കൽപ്പിച്ചു, ഓ മൂസാ നബിയെ, ആ ദോഷിയായ മനുഷ്യൻ്റെ ജനാസ എടുക്കുക, കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മേൽ നിസ്കരിക്കുക. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. അവിടുന്ന് ചോദിച്ചു, റബ്ബേ, ഈ പാപിയുടെ ദോഷം നീ എന്ത് കാരണത്താലാണ് പൊറുത്തത്? അപ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസ, ഒരു ദിവസം ഈ മനുഷ്യൻ തൗറാത്ത് തുറന്നു നോക്കി. അപ്പോൾ അതിൽ എൻ്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കണ്ടു. ആ പേര് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷം തോന്നി. അവൻ ഉടനെ ഹബീബിൻ്റെ മേലിൽ ഒരു സ്വലാത്തു ചൊല്ലി. അതുകൊണ്ട് ഞാൻ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ, നമ്മൾ എത്ര പാപം ചെയ്തവരാണെങ്കിലും മുത്തുനബിയുടെ പേര് കേട്ട് ഒരിക്കൽ ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലാം. പ്രത്യേകിച്ച് ഈ നബിദിനത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരട്ടെ. നബിയുടെ ഷഫാഅത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.